ഹലോ, അപ്പോൾ ഇന്നത്തെ റെസിപ്പി പലതരത്തിലുള്ള നമുക്ക് ഈ ഒരു ചൂട് കാലത്തൊക്കെ കഴിക്കാൻ പറ്റിയ പലതരത്തിലുള്ള കൂൾ ഡ്രിങ്ക്സാണ് ഇന്ന് ഷെയർ ചെയ്യുന്നത്. പാലൊന്നും ചേർക്കാതെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന വെറൈറ്റി ആയിട്ട് തന്നെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഡ്രിങ്ക്സാണ് ഇതിൽ ഷെയർ ചെയ്യുന്നതൊക്കെ. അപ്പോൾ നമുക്ക് നോക്കാം, ഓരോന്നും മെൻഷൻ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇതിലാദ്യം കാണിക്കുന്നത് കുക്കമ്പർ വെച്ചിട്ടുള്ളൊരു ഡ്രിങ്കാണ്. അപ്പോൾ നോക്കാം. അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് കക്കിരി കട്ട് ചെയ്തത് 1 കപ്പോളം എടുത്തിട്ടുണ്ട്. കട്ട് ചെയ്ത് വെച്ച ശേഷം 1 കപ്പ് കക്കരിയാണ് കേട്ടോ വേണ്ടത്. അപ്പോൾ ഇതൊരു ബ്ലെൻഡറിലോട്ട് ഇട്ട് കൊടുക്കാം. കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള കുക്കമ്പർ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി വേണ്ടത് ഇതിലോട്ട് പുതിന ലീഫാണ്. പുതിന ലീഫ് ഒരു 10-12 എണ്ണം മതിയാകും. കഴുകിയെടുത്തിട്ടുള്ള ലീഫ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി വേണ്ടത് നാരങ്ങാനീര്. നല്ല വലിയ നാരങ്ങ 1.5 എടുത്തിട്ടുണ്ട്. ഒരു ഫുള്ളും പിന്നെ വേറൊരു നാരങ്ങയുടെ പകുതിയും. പിന്നെ 1/4 ടീസ്പൂണ് ചെറിയ ജീരകം ക്രഷ് ചെയ്തത്. അതുപോലെ മധുരത്തിനനുസരിച്ച് പഞ്ചസാര ചേർത്ത് കൊടുക്കാം. ഞാൻ 1/2 കപ്പോളം ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലോട്ട് കുറച്ച് വെള്ളം ചേർത്തിട്ട് ഇതൊന്ന് ക്രഷ് ചെയ്തെടുക്കുക. പിന്നീട് നമുക്കിതിലോട്ട് വീണ്ടും വെള്ളം നോക്കിയിട്ട് പിന്നീട് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ആദ്യം ഇതൊന്ന് ക്രഷ് ചെയ്തെടുക്കുക. അപ്പോൾ ഇത് ക്രഷ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതൊരു അരിപ്പയിൽ അരിച്ചിട്ട് ഒരു പാത്രത്തിലോട്ട് ആക്കി കൊടുക്കാം. എന്നിട്ട് നമുക്ക് വെള്ളം നോക്കിയിട്ട് ചേർത്ത് കൊടുക്കാം. മൊത്തത്തിൽ ഏകദേശം ഒരു 5 ഗ്ലാസ്, ഒരു മീഡിയം സൈസിലുള്ള 5 ഗ്ലാസിൻ്റെ അളവാണ് കേട്ടോ ഞാൻ കാണിക്കുന്നത്. അപ്പോൾ നമ്മൾ ആദ്യം പാകത്തിന് ക്രഷ് ചെയ്തെടുക്കാം. പാകത്തിന് കുറച്ച് വെള്ളം ചേർത്തിട്ട് ക്രഷ് ചെയ്തെടുത്താൽ മതി. എന്നിട്ട് നമുക്ക് ഈ ഒരു സമയത്ത് ബാക്കി വെള്ളം ചേർത്ത് കൊടുക്കാം. ഏകദേശം ഒരു മീഡിയം സൈസിലുള്ള 5 ഗ്ലാസ് അല്ലാന്നുണ്ടെങ്കിൽ ഒരു 5 കപ്പ് നമുക്ക് ഉണ്ടാക്കിയെടുക്കാനുള്ള ഡ്രിങ്കിൻ്റെ അളവാണ് കേട്ടോ ഇത്. അപ്പോൾ ഇതിലോട്ട് ഇനി ഇതിൻ്റെ മുകളിലോട്ട് തന്നെ നമുക്ക് കുറച്ച് വെള്ളം ചേർത്തിട്ട്, അപ്പോൾ ഇതിലുള്ള ഫ്ലഷൊക്കെ നമുക്ക് കംപ്ലീറ്റ് ഇതിലുള്ള വെള്ളമൊക്കെ നമുക്ക് പിഴിഞ്ഞെടുക്കാൻ പറ്റും ഈ ഒരു ഫ്ലഷിൽ നിന്നും. അപ്പോൾ ബ്ലെൻഡറിലോട്ട് ആക്കിയിട്ട് തന്നെ ഞാൻ കുറച്ച് വെള്ളം ചേർത്ത് കൊടുത്തിട്ടുണ്ട്. നേരത്തെ പറഞ്ഞ പോലെ മൊത്തത്തിലൊരു 5 കപ്പ് അല്ലാന്നുണ്ടെങ്കിൽ 5 ഗ്ലാസ് ജ്യൂസിൻ്റെ അളവാണ് കേട്ടോ കാണിക്കുന്നത്. അപ്പോൾ ഇതുപോലെ നമുക്ക് ഒന്ന് അരിപ്പയിൽ അരിച്ചിട്ട് നമുക്ക് ചേർത്ത് കൊടുത്താൽ മതി. ഇനി ഇതിലോട്ട് പഞ്ചസാര പോരാന്നുണ്ടെങ്കിൽ നോക്കിയിട്ട് ചേർത്ത് കൊടുത്താൽ മതി. 1/2 കപ്പ് നിറച്ച് പഞ്ചസാര ചേർത്ത് കൊടുക്കുമ്പോൾ നല്ല പാകത്തിനുള്ള മധുരം തന്നെ ആകുന്നുണ്ട് ഈ ഒരളവിൽ. ഇനി ഇതിലോട്ട് ഒരു ഇച്ചിരി ചാറ്റ് മസാല പൗഡർ ചേർത്ത് കൊടുക്കുന്നുണ്ട്. 1/4 ടീസ്പൂണിൻ്റെ 1/4 ഭാഗം മാത്രമാണ് കേട്ടോ. ഒരു നുള്ള് അല്ലെങ്കിൽ ഒരു 2 നുള്ള് എന്നൊക്കെ പറയുന്ന രീതിയിൽ. അതുപോലെ ഒരു ഇച്ചിരി ഉപ്പും കൂടെ ചേർത്തിട്ടുണ്ട്. നല്ലൊരു പുളിയും മധുരമൊക്കെ ഉള്ളതല്ല. അപ്പോൾ ഇതിലോട്ട് ഒരു ഇച്ചിരി ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം. അപ്പോൾ നല്ല പാകത്തിനാകുന്നുണ്ട് ഈ ഒരു രീതിയിൽ ചെയ്തെടുക്കുമ്പോൾ. അപ്പോൾ നല്ല അടിപൊളിയായിട്ടുള്ളൊരു ഡ്രിങ്കാണിത്. കുക്കമ്പർ വെച്ചിട്ട്, കുക്കമ്പർ മിൻറ്റ് ലെമൺ, നല്ല ടേസ്റ്റ് ഉണ്ട് കഴിക്കാനായിട്ട്. നല്ല ചൂടുള്ള സമയത്തൊക്കെ ആണെങ്കിൽ നമുക്കിത് കുടിക്കുമ്പോൾ നല്ല ആശ്വാസം കിട്ടുന്നുണ്ട്. പിന്നെ നല്ല തണുപ്പിച്ച് കഴിക്കാം കേട്ടോ. അല്ലാന്നുണ്ടെങ്കിൽ നല്ല ഐസ് ക്യൂബ്സൊക്കെ ചേർത്തിട്ടുള്ള വെള്ളം തന്നെ, നല്ല തണുത്ത വെള്ളം തന്നെ ചേർത്ത് കൊടുക്കുക നമ്മൾ ആദ്യം ചേർക്കുന്ന സമയത്ത്. അപ്പോൾ നല്ല അടിപൊളിയായിട്ടുള്ളൊരു ഡ്രിങ്കാണ്. അപ്പോൾ ഇതുപോലെ ട്രൈ ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ അറിയിക്കുക. അപ്പോൾ ഇനി ഷെയർ ചെയ്യുന്നത് ഗ്രേപ്പി ലെമൺ മിൻറ്റാണ്. അപ്പോൾ നമുക്ക് നോക്കാം. അപ്പോൾ ഇതും എളുപ്പമാണ്. അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് ഓൾമോസ്റ്റ് 1 കപ്പോളം ഗ്രേപ്പ് എടുത്തിട്ടുണ്ട്. ഒന്ന് ക്ലീൻ ചെയ്ത് വെച്ചിട്ടുള്ള ഗ്രേപ്പാണ്. അപ്പോൾ ഇതൊരു ബ്ലെൻഡറിലോട്ട് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഞാൻ ബ്ലെൻഡറിലോട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഒരു 10 പുതിന ലീഫും കൂടെ ക്ലീൻ ചെയ്തിട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഓൾമോസ്റ്റ് ഒരു 10 എണ്ണം ഇട്ട് കൊടുത്താൽ മതി. ഇനി ഇതിലോട്ട് പാകത്തിനുള്ള പഞ്ചസാര ചേർത്ത് കൊടുക്കാം. ഞാൻ 1/4 കപ്പിനേക്കാളും കുറച്ച് കൂടുതൽ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. 1/2 കപ്പിനേക്കാളും കുറച്ച് കുറവായിട്ട്. അപ്പോൾ ഇത് പാകത്തിനാകുന്നുണ്ട്. ഇനി ഒരു നുള്ളു ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതുപോലെ ഒരു 1/4 ടീസ്പൂണ് ചെറിയ ജീരകം ക്യൂമിൻ ചേർത്ത് കൊടുക്കുക. അല്ലെങ്കിൽ ക്യൂമിൻ പൊടിച്ചതാണെങ്കിൽ ഒരു നുള്ളു ചേർത്ത് കൊടുത്താൽ മതി. ഇനി ഇതിലോട്ട് ഒരു നാരങ്ങ പിഴിഞ്ഞത് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇത് ഗ്രേപ്പ് ആയതുകൊണ്ട് ഓൾറെഡി പുളിയുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഒരുപാട് നാരങ്ങ ചേർത്ത് കൊടുക്കണ്ട. അപ്പോൾ ഒരു നാരങ്ങ ഫുള്ള് പിഴിഞ്ഞത് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലോട്ട് വെള്ളം ചേർത്തിട്ട് ഇതൊന്ന് ബ്ലെൻഡ് ചെയ്തെടുക്കാം. അപ്പോൾ ഇതൊരു ഓൾമോസ്റ്റ് ഒരു 4 ഗ്ലാസിൻ്റെ അളവാണ് കേട്ടോ. അപ്പോൾ അത്ര വെള്ളം ചേർത്തിട്ട് ജസ്റ്റ് ഒന്ന് ബ്ലെൻഡ് ചെയ്താൽ മാത്രം മതി. അപ്പോൾ ഇത് ബ്ലെൻഡ് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ കുറച്ചും കൂടി വെള്ളം ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഒരു മീഡിയം ഗ്ലാസ്സിലുള്ള 4 ഗ്ലാസ്സാണ് നമുക്കിതിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്നത്. ചെറിയ ഗ്ലാസ്സൊക്കെ ആണെങ്കിൽ 5 ഗ്ലാസ് ആകും. പിന്നെ നമുക്കിതുപോലെ ഒന്ന് അരിച്ചിട്ട് ഫ്രിഡ്ജിൽ വെച്ചിട്ട് തണുപ്പിച്ച് സെർവ് ചെയ്യാം. അപ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ട് ഇങ്ങനെ ചെയ്തെടുക്കുമ്പോൾ. അപ്പോൾ നമുക്ക് മധുരമൊക്കെ വേണമെങ്കിൽ നോക്കിയിട്ട് ചേർത്ത് കൊടുക്കാം. പുളി കുറഞ്ഞിട്ടുണ്ട് എന്ന് തോന്നുന്നുണ്ടെങ്കിൽ കുറച്ച് ലെമൺ ഡ്രോപ്സൊക്കെ ചേർത്ത് കൊടുത്താൽ മതി. അപ്പോൾ ഇത്രയേ ഉള്ളൂ കേട്ടോ സംഭവം. അപ്പോൾ ഇങ്ങനെ ട്രൈ ചെയ്തിട്ടില്ലെങ്കിൽ ട്രൈ ചെയ്ത് നോക്കാം.
അപ്പോൾ ഇനി ഉണ്ടാക്കിയെടുക്കുന്നത് പാഷൻ ഫ്രൂട്ട് വെച്ചിട്ടൊരു മോജിറ്റോ ആണ്. അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് നല്ല അത്യാവശ്യം വലിയ 3 പാഷൻ ഫ്രൂട്ടിൻ്റെ പൾപ്പ് എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതിലുള്ള പാടയൊക്കെ മാറ്റുക, എന്നിട്ട് ജസ്റ്റ് ഇതുപോലെ ഒന്ന് ബീറ്റ് ചെയ്തെടുക്കുക കേട്ടോ. ചെറുതായിട്ടൊന്ന് ക്രഷ് ചെയ്യുന്നെങ്കിൽ ക്രഷ് ചെയ്തെടുക്കുക, ഒരുപാടങ്ങ് ക്രഷ് ചെയ്തെടുക്കരുത്, അല്ലെങ്കിൽ ഇതുപോലെ ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്താൽ മതി. ഇനി ഇതിലോട്ട് ചേർത്ത് കൊടുക്കുന്നത് പുതിന ലീഫാണ്. ഒരു 8-10 പുതിന ലീഫ് ഒന്ന് ചെറുതായിട്ടൊന്ന് ക്രഷ് ചെയ്തിട്ട് ചേർത്ത് കൊടുക്കുക. അപ്പോൾ ഞാനൊരു ഇച്ചിരി കൂടുതൽ ക്രഷായി കിട്ടാൻ വേണ്ടിയിട്ട് ഒരു ഇച്ചിരി വെള്ളവും കൂടെ ചേർത്തിട്ടാണ് കേട്ടോ ക്രഷ് ചെയ്തെടുത്തിട്ടുള്ളത്. അപ്പോൾ നമുക്കത് കഴിക്കുമ്പോൾ ആ ഒരു ലീഫ് കടിക്കാൻ കിട്ടുമ്പോൾ അത്ര രസമായിട്ട് തോന്നുന്നില്ല. അപ്പോൾ അതുകൊണ്ട് നല്ലോണം ചെറുതാക്കിയിട്ട് തന്നെ ക്രഷ് ചെയ്തെടുത്തിട്ടുണ്ട്. 8-10 ലീഫ് മാത്രം എടുത്താൽ മതി, ഒരുപാടൊന്നും വേണ്ട ഈ ഒരളവിൽ. ഇനി ഇതിലോട്ട് ഒരു നാരങ്ങ പിഴിഞ്ഞ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഒരു നാരങ്ങയുടെ നീര്, വലിയൊരു നാരങ്ങയുടെ നീരാണ് കേട്ടോ. പിന്നെ വേണ്ടത് ഷുഗർ സിറപ്പ്, 1/2 കപ്പ് പഞ്ചസാരയും 1/4 കപ്പ് വെള്ളവും കൂടെ ചേർത്തിട്ട് തിളപ്പിച്ചെടുത്തിട്ടുള്ള ഷുഗർ സിറപ്പാണിത്. എന്നിട്ട് ചൂടാറിയതിന് ശേഷം ചേർത്ത് കൊടുത്താൽ മതി. പിന്നെ വേണ്ടത് ഒരു നുള്ളു ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതെല്ലാം കൂടെ ഒന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. അപ്പോൾ ഇത്രയേ ഉള്ളൂ കേട്ടോ സംഭവം. ഇനി നമുക്ക് ഇത് സെർവ് ചെയ്യാനായിട്ട് ഒരു ഗ്ലാസ്സിലോട്ട് ആദ്യം ഐസ് ക്യൂബ്സ് ഇട്ട് കൊടുക്കുക. എന്നിട്ട് 1/4 ഭാഗം ഈ ഒരു മിക്സ് ഇട്ട് കൊടുത്ത ശേഷം 3/4 ഭാഗം സോഡ ചേർത്തിട്ടാണ് കേട്ടോ നമ്മളിത് കഴിക്കുന്നത്. അപ്പോൾ പാഷൻ ഫ്രൂട്ട് വെച്ചിട്ട് നല്ല അടിപൊളിയായിട്ടുള്ള ഒരു മോജിറ്റോ ആണ്. അപ്പോൾ ഇങ്ങനെ ട്രൈ ചെയ്തിട്ടില്ലെങ്കിൽ ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ അറിയിക്കുക. അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ വീഡിയോയിൽ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനൊന്നും മറക്കരുത്. അപ്പോൾ ഇതുപോലെ നല്ല റെസിപ്പിയുമായിട്ട് മറ്റൊരു വീഡിയോയിൽ കാണാം. താങ്ക്